ഞാൻ ഓൾമോസ്റ്റ് 20+ പെർഫ്യൂംസ് നാട്ടിൽ നിന്ന് ഖത്തറിലോട്ട് കൊണ്ടുവന്നു. വെൻ ഇറ്റ്സ് ആക്ച്വലി ഡൺ ദി അതർ വേ അറൗണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ആസ് ഐ സെഡ്, ഞാൻ നാട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 20+ പെർഫ്യൂംസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആൻഡ് ഞാൻ ഇതെല്ലാം എൻ്റെ അമ്മയുടെ കണ്ണ് കെട്ടിച്ച് കൊണ്ടിരുന്ന പോലെയാണ് കൊണ്ടുവന്നത്. ഇതൊരു സർപ്രൈസ് ആയിരിക്കും എൻ്റെ ഹസ്ബൻഡിനും അമ്മയ്ക്കും. പ്ലീസ് ഡോണ്ട് കിൽ മീ അമ്മ. പെർഫ്യൂംസ് കുറച്ച് ഹെവി ആയതുകൊണ്ട് എൻ്റെ ലഗേജിൽ കുറച്ചധികം സ്പേസ് ഇതെടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ടുക്ക് ഓൾ ദോസ് റിസ്ക് ജസ്റ്റ് ഫോർ യു പീപ്പിൾ. ഈ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം കഥയൊക്കെ പറഞ്ഞ് ഈ പെർഫ്യൂംസൊക്കെ അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ കൈൻഡ് ഓഫ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 20+ പെർഫ്യൂംസിനെ കുറിച്ച് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പറയാമെന്ന് പറയുന്നത് is going to take a lot of time. So I'll be breaking down this video into 2 parts. So this will be the first part. ഇടയ്ക്ക് എനിക്ക് നല്ലൊരു പെർഫ്യൂം ക്രേസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ലേറ്റർ ഓൺ 3-4 പെർഫ്യൂംസ് ആയിട്ട് ഐ വാസ് ഹാപ്പി ആൻഡ് ഐ വാസ് ലൈക്ക് വർക്കിംഗ് വിത്ത് ഇറ്റ്. ബട്ട് ലേറ്റർ ഓൺ പിന്നീട് ഇങ്ങോട്ടേക്ക് മൂവ് ആയ പിന്നെ പെർഫ്യൂം ക്രേസ് വീണ്ടും വന്നിട്ടോ. ആൻഡ് ഐ ബോട്ട് സം ന്യൂ പെർഫ്യൂംസ്. അത് മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് ആയിരുന്നു. ആൻഡ് അതിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ്സ് ഞാൻ ഈ ഒരു ഫേവറേറ്റ്സ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ. അതൊക്കെ മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എക്സ്പെൻസീവ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ബിഫോർ ഗോയിങ് ഡൗൺ ദാറ്റ് റോഡ് ഐ ഷുഡ് ബി എക്സ്പീരിയൻസിങ് ആൻഡ് ട്രൈങ് ഔട്ട് സം അഫോർഡബിൾ ഇന്ത്യൻ പെർഫ്യൂംസ് സോ ദാറ്റ് ഐ ക്യാൻ റെക്കമെൻഡ് ഇറ്റ് ടു യു പീപ്പിൾ. ഐ നോ എല്ലാവർക്കും 3,000 4,000 ഒന്നും ഒരു പെർഫ്യൂമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അത് പ്രാക്ടിക്കൽ അല്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. സോ എവറി ഡേ യൂസിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ കൂടുതൽ മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഐ തോട്ട് ഐ ഷുഡ് ബി ട്രൈങ് ഔട്ട് സം ഇന്ത്യൻ പെർഫ്യൂം. സോ ഹിയർ ഐ ആം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മളൊരു 10-12 പെർഫ്യൂംസ് അൺബോക്സ് ചെയ്ത് അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസും അബൌട്ട് ദി ബ്രാൻഡ് ആൻഡ് വാട്ട് ഫാമിലി ഇറ്റ് ബിലോങ്സ് ടു കുറച്ചൊരു നോട്ട്സ് ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ലോഞ്ചിവിറ്റിനെ കുറിച്ചൊന്നും ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് ഐ ഹാവ് പേഴ്സണലി നോട്ട് ട്രൈഡ് ഇറ്റ് യെറ്റ്. ഞാൻ ട്രൈ ചെയ്തിട്ട് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല പെർഫ്യൂംസ് ഏതാണെന്നൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്ത് മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബി എ പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. ഐ തിങ്ക് ഒരു പെർഫ്യൂം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇറ്റ് ഈസ് ഓൾവേസ് നെസസറി ടു സേ വാട്ട് കൈൻഡ് ഓഫ് പെർഫ്യൂം യു ആക്ച്വലി ലൈക്ക്. ബിക്കോസ് പെർഫ്യൂംസ് ആർ വെരി വെരി സബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ എനിക്ക് പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാട്ടോ. ബിക്കോസ് എനിക്കിഷ്ടാവുന്ന പെർഫ്യൂം ആയിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടാവുന്നതെന്നുള്ളത് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത് ആൻഡ് ഐ ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വാട്ട് ഐ ലൈക്ക് ആൻഡ് വാട്ട് ഐ ഡു നോട്ട് ലൈക്ക് ഇൻ പെർഫ്യൂംസ് എന്നുള്ളതാണ്. എൻ്റെ ഒരു ഇഷ്ടങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ദെൻ യു വിൽ ഫൈൻഡ് സോ മെനി ഓപ്ഷൻസ് ഇൻ ദിസ് വീഡിയോ. ഫസ്റ്റ്ലി ഞാൻ ഭയങ്കര സ്മെൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒന്നും എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്തോ ഒരു ശ്വാസം മുട്ടോ തലവേദന എടുക്കുമോ ഛർദ്ദിക്കാൻ മുട്ടോ അങ്ങനത്തെ എന്തൊക്കെയോ ഒരു വിമ്മിഷ്ടങ്ങളാണ് എനിക്ക്. ഐ എം വെരി സെൻസിറ്റീവ് ടു ബോൾഡ് സ്ട്രോങ് കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസസ്. എനിക്ക് കൂടുതലും ഇഷ്ടം സോഫ്റ്റ് മൈൽഡ് കൈൻഡ് ഓഫ് സെൻറ്റ് ആണ്. നെക്സ്റ്റ് സെൻറ്റ് ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫോളോവേഴ്സിന് ബൈ നൗ യു വിൽ നോ ദാറ്റ് ഐ ലവ് വെനില സെൻറ്റ്. നെക്സ്റ്റ് തിങ് ദാറ്റ് ഐ റിയലി ലൈക്ക് ഇസ് മസ്ക് സെൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മസ്ക് കൈൻഡ് ഓഫ് ഒരു ക്ലീൻ ഗേൾ എഫക്റ്റ് തരുന്ന ഒരു സെൻറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കും. ആൻഡ് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക് ഇസ് അക്വാട്ടിക് ഫ്രഷ് കൈൻഡ് ഓഫ് സെൻസ്. ഇനി എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത സെൻറ്റാണ് ഫ്ലോറൽസ്, എസ്പെഷ്യലി ജാസ്മിൻ ആൻഡ് റോസ്. ഡോണ്ട് ടേക്ക് മീ റോങ്, എനിക്ക് ജാസ്മിനും റോസും ഇൻ പേഴ്സൺ സ്മെൽ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പെർഫ്യൂം വേർഷൻസ് വരുമ്പോഴാണ് എനിക്ക് ഒട്ടും തന്നെ പറ്റാത്തത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫ്രൂട്ടി സെൻസ്. ഭയങ്കര സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള സെൻസ് കേട്ടോ. സോ ദീസ് കൈൻഡ് ഓഫ് ഫ്രൂട്ടി സെൻസ് ആർ ഓൾസോ സംതിങ് ദാറ്റ് ഐ പേഴ്സണലി സ്റ്റേ അവേ ഫ്രോം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് മോസ്റ്റ് ഓഫ് ദി ഫെമിനിൻ വുമൻ കൈൻഡ് ഓഫ് സെൻസ് ഇഷ്ടമാവാറില്ല. ദ റീസൺ ബീങ് ദാറ്റ് എനിക്ക് ഫ്ലോറൽസും ഫ്രൂട്ടി സെൻസും ഇഷ്ടമല്ല. അപ്പം മോസ്റ്റ് ഓഫ് ദി വുമൺ സെൻറ്റേർഡ് പെർഫ്യൂംസ് വരുന്നത് കൂടുതലും ഫ്ലോറലി ഓർ ഫ്രൂട്ടി കൈൻഡ് ഓഫ് സെൻസ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടാറില്ല. ആൻഡ് എനിക്ക് അക്വാട്ടിക് ഫ്രഷ് കൈൻഡ് ഓഫ് സെൻസ് ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മെൻസ് പെർഫ്യൂംസ് ഇഷ്ടമാവാറുണ്ട് കേട്ടോ. ബട്ട് മെൻസ് പെർഫ്യൂംസ് ആർ നോട്ട് സംതിങ് ദാറ്റ് ഐ വിൽ യൂഷ്വലി വെയർ ഓൺ മീ, ബട്ട് ഐ ലൈക്ക് മെൻസ് പെർഫ്യൂംസ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മിഡിൽ ഗ്രൗണ്ട് പിടിച്ചിട്ട് എനിക്ക് കൂടുതലും
യൂണിസെക്സ് കൈൻഡ് ഓഫ് സെൻസ് ആണ് ഇഷ്ടമാവാറുള്ളത്. ബിക്കോസ് യൂണിസെക്സ് സെൻസ് യൂഷ്വലി മെൻ ആൻഡ് വുമൻ ക്യാൻ വെയർ എന്നുള്ള രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദോസ് ആർ സംതിങ് ദാറ്റ് ഐ റിയലി എൻജോയ് യൂസിങ്. ഞാനൊരു വെനില ഫാൻ ഗേൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറേ വെനില ഓപ്ഷൻസ് ഉണ്ട്. ഐ നോ ദർ ആർ സോ മെനി പീപ്പിൾ ഹു റിയലി ലൈക്ക് വെനില സെൻസ്. ഞാൻ ഈ പെർഫ്യൂംസ് ഒക്കെ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കിത് ട്രൈ ചെയ്യാനുള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നോട്ട്സ് നോക്കി റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ പെർഫ്യൂംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു സ്മെൽ സെൻസിറ്റീവ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ റിവ്യൂസ് മാത്രം ബേസ് ചെയ്തിട്ട് ഒരു ഫുൾ ബോട്ടിലിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഐ ഡിഡ്ന്റ് തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. സോ ഈ കളക്ഷനിൽ ദർ ആർ ഫുൾ സൈസ് പെർഫ്യൂം, ദർ ആർ മിനി സൈസ്ഡ് വൺസ് ആൻഡ് ദർ ആർ ഈവൻ സാമ്പിൾ സൈസ്ഡ് വൺസ് ടു. അപ്പോൾ ഇനഫ് ഓഫ് ചിറ്റ് ചാറ്റിംഗ്, ലെറ്റ്സ് ഗെറ്റ് സ്ട്രേറ്റ് ഇൻ ടു ദി വീഡിയോ ആൻഡ് അൺബോക്സ് ദീസ് പെർഫ്യൂംസ്. ഫസ്റ്റ് വൺ ഇസ് വനില റഷ് ഫ്രം നിസാര. ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സെൻറ്റ് ആട്ടോ. ഞാൻ അത്യാവശ്യം കുറേ ആഡ്സ് ഒക്കെ ഇതിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് മേടിച്ചായിരുന്നു. ലുക്ക് അറ്റ് ദിസ് ബോട്ടിൽ, ഇറ്റ് ലുക്സ് സോ ലക്ഷൂറിയസ് ആൻഡ് നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട് കേട്ടോ ഇതിന്. കംപ്ലീറ്റ് നോട്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, ആ ഒരു സ്വീറ്റ്നെസ് കിട്ടുന്നുണ്ട്. ആദ്യം അടിക്കുമ്പം ചെറിയൊരു ആൽക്കഹോൾ ഹിന്റ് ഉണ്ട് കേട്ടോ. പിന്നീടാണ് അതൊന്ന് സെറ്റിലായി കുറച്ചുകൂടെ നല്ലൊരു സെൻറ്റ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, ഐ എം ഹാപ്പി. നല്ലൊരു സെൻറ്റ് ആട്ടോ. ഇതിൽ ആക്ച്വലി വനില, കാരമൽ, ആംബർ, ടോക്ക ബീൻ, വൈറ്റ് ഫ്ലോറൽസ്, ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കിതിൽ മേജർലി കിട്ടുന്നത് ആ വനില ഹിൻറ്റും പിന്നെ ഒരു ആംബറി ഫീലും ഒരു വൈറ്റ് ഫ്ലോറൽ കൈൻഡ് ഓഫ് ഫീലൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇതിൽ ആ ഒരു കാരമൽ ഹിൻറ്റൊന്നും അധികം ഇല്ല കേട്ടോ. ആൻഡ് പേഴ്സണലി എനിക്ക് കാരമൽ സെൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് വെനില ഇഷ്ടമാണെങ്കിലും വെൻ കാരമൽ ഓവർ പവേഴ്സ് വെനില, ഐ പേഴ്സണലി ഡു നോട്ട് ലൈക്ക് ഇറ്റ്. ബട്ട് ഇതിൽ അതില്ല കേട്ടോ. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് സ്മെൽസ് എ ലിറ്റിൽ പ്രീമിയം, ഒരു പ്രീമിയം സെൻറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ബോത്ത് ഡേ ആൻഡ് നൈറ്റ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് what I feel is that this has like a sophisticated, balanced vanilla kind of scent ആണ് and I really like it. അടുത്തത് വനില മ്യൂസ് എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഇറ്റ് ഈസ് ഫ്രം ഫീൻ. ദിസ് ഇസ് ദെയർ പെർഫ്യൂം ലൈൻ. സോ എം കഫേൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. സോ ദിസ് പാക്കേജിങ് ലുക്സ് സ്റ്റണ്ണിങ് അല്ലേ. നല്ലൊരു രസമുള്ളൊരു പെർഫ്യൂം ബോട്ടിൽ. ഇറ്റ് ലുക്സ് വെരി സിമ്പിൾ ബട്ട് എലഗൻറ്റ് അങ്ങനെ. And this is again a glass bottle, so yeah, we have to be careful and it is heavy. ഇത് ഫുൾ സൈസ്ഡ് ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ നോട്ട്സിലും കുറേ സംഭവം ഉണ്ട് കേട്ടോ. വനില ഐസ്ക്രീം, റം, ഹേസൽനട്ട്, ഫ്ലോറൽ, സാൻഡൽവുഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നോട്ട്സ് ഇതിൽ വരുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയർ എലഗൻറ്റ് കൈൻഡ് ഓഫ് ഒരു വേർഷൻ ഓഫ് വനിലയാണ് കേട്ടോ. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. റമ്മിൻ്റെ ഒരു ബൂസിനെസ് ഒന്നും കിട്ടുന്നില്ല. ഹേസൽനട്ടിൻ്റെ ഒരു നട്ടി ഫീലും ഇല്ല. ഐ തിങ്ക് ദിസ് ഹാസ് മോർ ഓഫ് എ വനില ഐസ്ക്രീം പ്ലസ് ഫ്ലോറൽസ് പ്ലസ് സാൻഡൽവുഡ് അങ്ങനത്തെ ഒരു സെൻറ്റാണ് എനിക്കിതിൽ നിന്ന് മോസ്റ്റ്ലി കിട്ടുന്നത് കേട്ടോ. കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് വനില വേണം നിങ്ങൾക്ക്, ആ ഒരു സ്വീറ്റ് ഗോമോണ്ടി കൈൻഡ് ഓഫ് വനില വേണ്ടാന്നാണെങ്കിൽ ദെൻ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ഐ ഫീൽ. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇടാൻ പറ്റിയൊരു സെൻറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ദിസ് ഇസ് എ മെച്യൂർ വനില. യാ, ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. ഇറ്റ്സ് നൈസ്. ഇവരുടെ തന്നെ വേറൊരു പെർഫ്യൂമും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് മിഡ് നൈറ്റ് ഇൻ ബോംബെ. ഇത് കുറച്ചൊരു ഡിഫറെൻറ്റ് നോട്ട്സ് ഉണ്ടായിരുന്നൊരു പെർഫ്യൂമായിരുന്നു. ആൻഡ് സം വേ ഇറ്റ് അട്രാക്റ്റഡ് മീ. ഇതൊരു കോഫി വിത്ത് വനില ആൻഡ് ചോക്ലേറ്റ് കൈൻഡ് ഓഫ് പെർഫ്യൂമായിട്ടാണ് മെയിൻലി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ദിസ് ഹാസ് മെനി മോർ നോട്ട്സ് ടു ഇറ്റ്. ഓക്കെ, ടോപ്പ് നോട്ട്സിൽ ഈ പറഞ്ഞ 3 സാധനം ഇല്ല. ലെറ്റ് മീ സീ ഇഫ് ഐ മേഡ് എ റോങ് ചോയ്സ്. ദിസ് smells familiar. This reminds me of my friend Venisha. അവളിടുന്ന ഏതൊരു പെർഫ്യൂമായിട്ട് ഭയങ്കര സിമിലർ ആണ് ഈ ഒരു സെൻറ്റ്. ഐ വുഡ് നോട്ട് സേ ഐ ലവ് ഇറ്റ് ആൻഡ് ഐ വുഡ് നോട്ട് സേ ഐ ഹേറ്റ് ഇറ്റ്. somewhere in between as of now. പെർഫ്യൂംസിൻ്റെ കാര്യം എന്താണെന്നറിയോ, എനിക്ക് ചില സമയത്ത് ഫസ്റ്റ് സ്നിഫിൽ ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം അത് മേടിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് അതിനോട് അത്ര ഇഷ്ടം തോന്നണമെന്നില്ല. ആൻഡ് സെയിം വേ എനിക്ക് ആദ്യം വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള പെർഫ്യൂംസ് പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളും ഉണ്ട്. എവിടെയോ ഇതിന് കുറച്ചുകൂടി ഒരു ഫ്ലോറലി ഹിൻറ്റ് മുകളിലോട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിനോട് ആ ഒരു പ്രിയം തോന്നാത്തത്. ഇത് ചോക്ലേറ്റ്, വനില, കോഫിയൊക്കെ ആയിട്ടാണ് കൂടുതലും കാണിച്ചത്. ബട്ട് ഇതിന് അങ്ങനത്തെ സംഭവമായിട്ടൊന്നും പ്രത്യേകിച്ചൊരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് അറ്റ് ഫസ്റ്റ് സ്നിഫ് കേട്ടോ. മേ ബി ഇതിന് ഡ്രൈ ഡൗൺ വേർഷൻ കുറച്ചുകൂടെ ഈ പറഞ്ഞതൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടാവുമായിരിക്കും. ബട്ട് ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് നോ.
ഇതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ വുഡ് സേ ദിസ് ഇസ് ലൈക്ക് എ മിസ്റ്റീരിയസ് ഡേറ്റ് നൈറ്റ് കൈൻഡ് ഓഫ് സെൻറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ദിസ് ഇസ് എ യൂണിസെക്സ് സെൻറ്റ്, സോ മെൻ വുമൺ എവറി വൺ ക്യാൻ യൂസ് ഇറ്റ്. അടുത്തത് മ്യൂസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള കുറച്ച് പെർഫ്യൂംസ് ആണ് കേട്ടോ. ആക്ച്വലി ദിസ് ബ്രാൻഡ് ടുക്ക് മീ ബൈ സർപ്രൈസ് ബിക്കോസ് they had a huge variety of perfumes and most of them were gourmand perfumes, that is edible, bakery, sweet treats, adin inspired aayittulla perfumes aayirunnu ട്ടോ. അതുകൊണ്ടുതന്നെ there were so many vanilla scents and I was confused which one to get. Finally ഞാൻ ഒരു 4 എണ്ണത്തിൽ തൽക്കാലം നിർത്തി. First one is the most famous from their collection. This is Smoky Vanilla. Website it was mentioned that it starts off like vanilla extract and then it moves to brown sugar, later it settles on to musk and amber. ഭയങ്കര ഒരു ആൽക്കഹോളി പഞ്ച് ഉണ്ട് കേട്ടോ ഇതിൽ, ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ടേക്സ് ടൈം ടു സെറ്റിൽ ഡൗൺ. ഐ ഫീൽ ഒരു ലൈറ്റ് വനില ബ്രൗൺ ഷുഗർ കൈൻഡ് ഓഫ് ഹിന്റ് ആണ് ഇതിന് കിട്ടുന്നത്. ദിസ് ഇസ് നോട്ട് എ വെരി സ്ട്രോങ് സെൻറ്റ്, ഇത് ഭയങ്കര ഒരു സട്ടിൽ കൈൻഡ് ഓഫ് സെൻറ്റ് ആണ്. ബിക്കോസ് ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് ആ ഒരു പെർഫ്യൂം ഹിൻറ്റ് വരണമെങ്കിൽ തന്നെ ഐ നീഡ് ടു സ്നിഫ് മെനി ടൈംസ്. കുറച്ച് ദൂരമൊക്കെ വെച്ച് ചെയ്യുമ്പോഴും അധികം സെൻറ്റ് കിട്ടാത്ത പോലെ. മേ ബി സം പെർഫ്യൂംസ് ലൈക്ക് ദാറ്റ്. നമ്മൾ ഈ സ്ട്രിപ്സിൽ അടിക്കാൻ നേരത്ത് ഇനീഷ്യലി അതിന് പ്രത്യേകിച്ച് ഒരു സെൻറ്റും ഉണ്ടാവില്ല, കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ സെൻറ്റ് നല്ലപോലെ പോപ്പ് ചെയ്യുന്നത്. ഐ ഹാവ് സീൻ ദാറ്റ് വിത്ത് സോ മെനി അജ്മൽ പെർഫ്യൂം. ഷോപ്സിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പെർഫ്യൂംസിൽ ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് ഇസ് ഇനീഷ്യലി സ്ട്രിപ്സിൽ അടിക്കുമ്പം അതിന് ഒരു സെൻറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ആൽക്കഹോളി. ആൻഡ് ലേറ്റർ ഓൺ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാൻ നേരത്ത് അതിന് നല്ലൊരു സെൻറ്റ് വരാറുണ്ട് കേട്ടോ. മേ ബി ദിസ് ഇസ് സംതിങ് ലൈക്ക് ദാറ്റ്. ഫ്രോം വാട്ട് ഐ ഗോട്ട് ഐ വുഡ് സേ ദാറ്റ് ദിസ് ഇസ് എ വെരി സോഫ്റ്റ്, a warm, smoky vanilla kind of scent. It's not very sweet. This is said to be similar to Kayali Vanilla 28. But ഞാൻ Kayali Vanilla 28 try ചെയ്തിട്ടില്ല, so I don't know how similar it is. But I have seen people suggesting that this is very similar to that. ഇനി ഞാൻ ബോഡിയിൽ ഇട്ടിട്ട് ട്രൈ ചെയ്ത് കഴിയുമ്പം I would say whether this is better or not, okay? As of now, it's pretty good. Next one is this one. This is Espresso Vanilla. ഇതൊരു ക്രീമി വനില കൈൻഡ് ഓഫ് സെൻറ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് അവരുടെ 15 ml പാക്കാണ്. ആൻഡ് ഐ തിങ്ക് അവരുടെ മാക്സിമം ദറ്റ് ഇസ് ദി സ്റ്റാൻഡേർഡ് സൈസ് ദാറ്റ് ദേ പ്രൊവൈഡ് ഇസ് 50 ml എന്ന് എനിക്ക് തോന്നുന്നത്. 15 ml, 30 ml, 50 ml, അങ്ങനെ 3 ഡിഫറെൻറ്റ് വേരിയൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഇന്നലെ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഈ ഒരു പെർഫ്യൂം അവൈലബിൾ ആയിരുന്നില്ല അവരുടെ വെബ്സൈറ്റിൽ. ഞാൻ കഴിഞ്ഞ മാസം മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പം നോക്കുമ്പോൾ അവരുടെ റേഞ്ചിൽ ഇതില്ല കേട്ടോ. ദിസ് ഇസ് എ നൈസ് വൺ. ഇതിൽ ആ ഒരു ആൽക്കഹോളി പഞ്ചില്ല കേട്ടോ, ജസ്റ്റ് ഇനീഷ്യൽ സ്പ്രിറ്റ്സിൽ മാത്രമേ ഉള്ളൂ. ബട്ട് ക്വിക്ക്ലി ഇത് സെറ്റിൽ ഡൗൺ ആവുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ റിയലി നൈസ് സെൻറ്റ് ടു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അധികം അങ്ങോട്ട് കോഫി ഓർ എസ്പ്രസോ കിട്ടുന്നില്ല, വെരി മൈൽഡ് ഹിൻറ്റ് ഓഫ് എസ്പ്രസോ ഓർ കോഫി, ബട്ട് അത്യാവശ്യം നല്ല വെനില ഉണ്ട്. കുറേ ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഒരു മിക്സ്ചറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് സ്മെൽസ് ഗുഡ്, ഇറ്റ് ഈസ് റിയലി നൈസ്. ഇത് ബ്ലാക്ക് ഓപ്പിയമിൻ്റെ ഡ്യൂപ്പ് ഓർ ബ്ലാക്ക് ഓപ്പിയം സെൻറ്റായിട്ട് ഭയങ്കര സിമിലർ ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. എഗെയിൻ ഐ ഹാവ് നോട്ട് ട്രൈഡ് ദാറ്റ്, ബട്ട് if this is how black opium smells, then I would really like to try black opium. ഇതെനിക്ക് യൂഷ്വലി ഇഷ്ടപ്പെടുന്ന ഓർ യൂഷ്വലി ഞാൻ ഗ്രാവിറ്റേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സെൻറ്റ് അല്ല. ഇറ്റ്സ് റിയലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് ലൈക്ക് എ സെക്സി വാം ഡാർക്ക് കൈൻഡ് ഓഫ് സെൻറ്റ്. അതുപോലത്തെ ഒരു സെൻറ്റ് കേട്ടോ. ദിസ് ഫീൽസ് ലക്സ്. ഈ ഒരു സെൻറ്റ് ഇറ്റ് ഫീൽസ് ലക്ഷൂറിയസ്. ഇഫ് ദിസ് സ്റ്റേസ് ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അതിലൊക്കെ നമ്മളോട് ചോദിക്കും കേട്ടോ ഇത് ഏതാ സെൻറ്റ് എന്ന്, ബിക്കോസ് ഇറ്റ് ഈസ് ദാറ്റ് ഗുഡ്. ആൻഡ് ആസ് ഐ സെഡ്, ഇത് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ കാണുന്നില്ല, തൽക്കാലം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് കാണാത്തതാണോ അതോ ഇത് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തോ എന്നൊന്നും അറിയില്ല. ബട്ട് ഇഫ് ദേ ഹാവ് ഡിസ്കണ്ടിന്യൂഡ് ഇറ്റ്, ഐ എം ആസ്കിങ് വൈ? ബിക്കോസ് ഇറ്റ്സ് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. അടുത്തത് മോക്ക കാരമൽ മാർട്ടിനി എന്ന് പറയുന്ന ഒരു സെൻറ്റാണ്. ദിസ് ഈസ് ഓൾസോ 15 ml, ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ outer packaging is different. This is mocha caramel martini. ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ്, എസ്പ്രസോ, കാരമൽ എന്നൊക്കെയാണ് മെൻഷൻ. This is a little stronger scent. Okay, it's not mild. It is strong. And ഇതിൽ നിന്ന് ഒരു ബൂസി കൈൻഡ് ഓഫ് ആൽക്കഹോളിക് വൈബ് വരുന്നുണ്ട്. I kind of like it. Black coffee, dark chocolate, and some kind of alcohol. This is pretty strong. It's strong. But I'm not sure
ഇത് വുമൻസിന് അത്ര അപ്രോപ്രിയേറ്റ് ആയിരിക്കും. ഐ ഫീൽ ദിസ് ഇസ് മോർ ഓഫ് എ മെൻസ് പെർഫ്യൂം. ഇറ്റ്സ് ഡാർക്ക്, ഇറ്റ്സ് മിസ്റ്റീരിയസ്, ഇറ്റ്സ് ബൂസി കൈൻഡ് ഓഫ് സെന്റ്. ഐ എം നോട്ട് എ ഹ്യൂജ് ഫാൻ ഓഫ് ഇറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ലാസ്റ്റ് വൺ ഇസ് ദിസ് വൺ. ദിസ് ഇസ് വനില ഗോഡസ്. ഇതിൽ വനില ക്രീം, കൊക്കോ ആൻഡ് ജിഞ്ചർ എന്നാണ് മെൻഷൻ. ഓഫ് കോഴ്സ് വനില ഗോഡസ് എന്നുള്ള പേര് തന്നെ ഉണ്ട് വാട്ട് ദിസ് ഇസ് ഇൻസ്പയർഡ് ഫ്രം. ദിസ് ഇസ് ഇൻസ്പയർഡ് ഫ്രം Burberry Goddess. Burberry Goddess in an inspired version ആണ് Latafa Angam, and I own that, but of course I have not tried the Burberry Goddess original. എനിക്കിതിന് കൂടുതലും ലാവൻഡർ ആണ് കുറച്ച് മുകളിലോട്ട് നിൽക്കുന്നത് സെൻറ്റ്. Then vanilla, and ginger is very mild in it. This is very similar to Latafa Angam but not the same. ഇതൊരു ഫ്ലോറൽ വനില ആണ്. ദാറ്റ് ഇസ് ഇതൊരു ലാവൻഡർ വനില ആണ്. ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ഫോർ എവറി ഡേ യൂസ്. ഫ്ലോറലി വനില വേണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ then you will like this. Next brand we'll be trying out is Adorable Bliss, and I love this brand. I'll tell you why. First of all, let's take a moment to appreciate the packaging. This looks so gorgeous. എന്തൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫീൽ കേട്ടോ. ഇത് 15 ml പാക്കാണ്. ഈവൻ ദി ഒറിജിനൽ 50 ml ഐ ഫീൽ ഈവൻ ദാറ്റ് കംസ് ഇൻ ദിസ് കൈൻഡ് ഓഫ് പാക്കേജിങ്. നല്ലൊരു പാക്കേജിങ് ആണ് കേട്ടോ. ഐ തിങ്ക് ഐ ഷുഡ് അപ്രീഷിയേറ്റ് ദിസ് കൈൻഡ് ഓഫ് പാക്കേജിങ്. സെക്കൻഡ് തിങ് വൈ ഐ ലൈക്ക് ദിസ് ബ്രാൻഡ് ഇസ് ബിക്കോസ് 2 പെർഫ്യൂംസ്, ദാറ്റ് ടു 15 ml 2 പെർഫ്യൂംസ് മേടിച്ചപ്പം അവരെനിക്ക് 2 സാമ്പിൾ പ്രോഡക്ട്സ് അയച്ചു തന്നു. You know, I really like brands when they do this kind of things. These are like very small, ചെറിയ sample sized products ആണ്, but still we get to try new perfumes. I think it's such a sweet gesture from the brand to do this, and I really like this brand for this. Okay, so let's start one by one. First one ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് is this one. This is Adorable Bliss Golden Drizzle, and this is one of their most famous scent. This is again a different take on vanilla because this has rum, dark chocolate, vanilla, coffee and many more to it. Okay, this smells very very similar to Mocha Caramel Martini from Muse Beauty. Ooh, yes, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. രണ്ടും സിമിലർ ആണോ എന്ന്. വേറെ സെറ്റ് ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ യാ, ഇറ്റ് കെയിം ഫോർ ഹെൽപ്പ് നൗ. Yes, this smells very similar. Ooh, very very similar. This one, Mocha Caramel Martini, is little more strong. കുറച്ചൊരു മെൻസ് പെർഫ്യൂം കൈൻഡ് ഓഫ് ഫീലാണ്. സ്വീറ്റ്നെസ് തീരെ ഇല്ല. പക്ഷേ ഗോൾഡൻ ഡ്രിസിൽ ഇനീഷ്യലി രണ്ടും ഭയങ്കര സിമിലർ ആയിട്ടാണ് സ്മെൽ ചെയ്യുന്നത്. ബട്ട് വൺസ് ഇറ്റ് ഡ്രൈസ് ഡൗൺ കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽ ആകുമ്പോഴത്തേനും ആ ഒരു സ്വീറ്റ്നെസ് കയറി വരുന്നുണ്ട്. ലെറ്റ്സ് ചെക്ക് ദി നോട്ട്സ്. യുനോ, രണ്ടിലും സെയിം കൈൻഡ് ഓഫ് നോട്ട്സ് ആണോ ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോത്ത് ഓഫ് ദിസ് ഹാസ് വെരി സിമിലർ നോട്ട്സ് ടു. രണ്ടിലും കാരമൽ ഉണ്ട്, രണ്ടിലും ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. ബോത്ത് ഓഫ് ഇറ്റ് ഹാസ് കോഫി, ആൽമണ്ട്. സോ അതുകൊണ്ടായിരിക്കും ഇറ്റ് സ്മെൽസ് വെരി സിമിലർ. ഗോൾഡൻ ബ്ലിസ്സിൽ കുറച്ചുകൂടി ഷുഗർ കെയിൻ, സാൻഡൽവുഡ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ഒരു സ്മൂത്ത്നെസ്, കുറച്ചുകൂടി ഒരു സ്വീറ്റ്നെസ് തോന്നുന്നത്. സോ ഐ പ്രിഫർ ഗോൾഡൻ ഡ്രിസിൽ ഔട്ട് ഓഫ് ദി ടു. ഇനി നമുക്ക് അടുത്തതിലോട്ട് കടക്കാം. Mystic Musk from Adorable Bliss. Mystic Musk is something that I was really looking forward to. Golden Drizzle ആണ് അവരുടെ ഏറ്റവും ഫേമസ് എങ്കിലും I really think Mystic Musk is the one for me from the notes and from reviews what I know. Initially ഒരു ആൽക്കഹോൾ കിട്ടുന്നുണ്ട് and that sweetness, creaminess comes through. Ooh, nice. Ooh, it's a very pleasant, സ്വീറ്റ്, കോസി കൈൻഡ് ഓഫ് സെൻറ്റ്. ഇതിൻ്റെ നോട്ട്സിൽ കുറേ ഡിഫറെൻറ്റ് കാര്യം ഉണ്ടെങ്കിലും ദിസ് ഹാസ് വനില ഇൻ ടോപ്പ്, ഹാർട്ട് ആൻഡ് ബേസ് നോട്ട്. 3 ലെയേഴ്സിലും വനില ഉള്ള ഒരു സെൻറ്റാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു റിച്ച് ഇൻ വനില കൈൻഡ് ഓഫ് ഫീൽ നമുക്ക് ഈ സെൻറ്റിൽ കിട്ടും. മിസ്റ്റിക് മസ്ക് എന്ന് പേരിടുന്നതിലും ഇതിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു വനില അവർ മിക്സ് ചെയ്യേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ പേരിൽ. ബിക്കോസ് ദിസ് ഹാസ് റിച്ച്നെസ് ഓഫ് വനില. ഇത് ഡ്രൈ ഡൗൺ ആയി കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽ ആവും തോറും ആ ഒരു ലൈറ്റ് മസ്കി ഹിൻസ് വരുന്നുണ്ട്. സോഫ്റ്റ്, കോസി, ലൈറ്റ് മസ്കി കൈൻഡ് ഓഫ് സെൻറ്റ്. നല്ലൊരു എവറിഡേ വെയർ ആണ്. ഒരു ക്ലീൻ ഗേൾ എസ്തെറ്റിക്സ് ഒക്കെ കിട്ടുന്നൊരു സെൻറ്റാണ് കേട്ടോ. ഇഫ് യു ലൈക്ക് സ്വീറ്റ് കൈൻഡ് ഓഫ് വെനിലാസ് ദെൻ യു ക്യാൻ ഗോ ഫോർ ദിസ്. എവിടെ ഒരു ലാക്ടോണിക് ഒരു ക്രീമിനെസ്സും അടിക്കുന്നുണ്ട്. സോ യാ, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് നൈസ്. അടുത്തത് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൻറ്റാണ്. ഞാനായിട്ട് മേടിക്കുകയാണെങ്കിൽ ഇത് പിക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഷുവർ ആയിട്ടുള്ള കൈൻഡ് ഓഫ് സെൻറ്റാണ്.
എനിക്കിത് ബ്രാൻഡ് ഫ്രീ ആയിട്ട് അയച്ചു തന്നതുകൊണ്ട് ഹിയർ ഐ ആം ട്രൈയിങ്. ദിസ് ഇസ് സിട്രസ് വെയിൽ ഫ്രം അഡോറബിൾ ബ്ലിസ്. 3 ml ചോട്ടു ക്യൂട്ട് കൈൻഡ് ഓഫ് പാക്കേജിംഗ് ആണ്. പേര് പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിട്രസി സെൻറ്റ് ആണ്. ഫസ്റ്റ് സ്നിഫിൽ തന്നെ ഐ ഡു ഗെറ്റ് ദറ്റ് സിട്രസ് ഹിൻറ്റ്. ഇതിൽ ടാഞ്ചറീൻ ഉണ്ട്, ലൈം ഉണ്ട്, ആൻഡ് ദെൻ ഇറ്റ് ഹാസ് ബ്ലാക്ക് പെപ്പർ വാംത്ത് ഇൻ ഇറ്റ്. ദെൻ ലേറ്റർ ഓൺ ഇറ്റ് സെറ്റിൽസ് ടു മസ്ക്. ഐ തിങ്ക് ഇഫ് യു ആർ എ സിട്രസ് ലവർ you might like it. Citrus scents ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ you might like it, but I don't think this is something that will connect with me, because for almost everything home essentials, that is general room cleaning വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം സിട്രസ് ബേസ്ഡ് മേടിക്കുന്ന ഒരാളാണ് ഞാൻ. So citrus scents always associate with home cleaning items or room fresheners to me. അതുകൊണ്ട് തന്നെ ആ ഒരു നേരിയ ലൈനേ ഉണ്ടാവുള്ളൂ സിട്രസിനെ ഒരു പെർഫ്യൂം ആക്കുന്നതിൽ നിന്നും സിട്രസിനെ ഒരു ഹോം കെയർ ഓർ ഒരു റൂം ഫ്രഷ്നർ ആക്കുന്നതിൽ നിന്നും കേട്ടോ. എനിക്ക് മിക്ക സിട്രസി തിങ്സ് സ്മെൽ ചെയ്യുമ്പോഴും എനിക്ക് റൂം ഫ്രഷ്നർ വൈബാണ് അടിക്കാറ്. ഒരു ഡീസെൻറ്റ് കൈൻഡ് ഓഫ് സിട്രസ് ആണ്. ഇഫ് യു ലൈക്ക് സിട്രസ് യു മൈറ്റ് ലൈക്ക് ഇറ്റ്. എവറിഡേ വെയറബിൾ സമ്മർ സെറ്റ്. അടുത്തത് വീണ്ടും sample size. This is a Regal Oud from Adorable Bliss. When it comes to oud, it is not something that I usually like. അതുകൊണ്ട് എനിക്കിതിൽ വലിയ പ്രതീക്ഷ ഒന്നുമില്ല കേട്ടോ. I can't with oud. Oud എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. There is no oud fragrance that I liked. അതുകൊണ്ട് തന്നെ I know that oud is not my cup of tea. This is not for me. If you like oud, then yes. ഇതിൽ ആദ്യം തന്നെ saffron വരുന്നുണ്ട് and some kind of florals വരുന്നുണ്ട്. Of course we have oud and some kind of ഒരു spiciness ഉണ്ട് കേട്ടോ. എന്തോ ഒരു kind of ഒരു spicy element ഇതിനുണ്ട്. There are people who really like such kind of oud scents or saffron based scents. If you like it, then you will love this. But oud is not my cup of tea. അതുകൊണ്ട് I do not like it. Oud ഇഷ്ടമുള്ളവർക്ക് definitely go for this. You will not be disappointed because this is a rich ഒരു അറബിക് സെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡാണ്, വിച്ച് ഇസ് നൈസ് ഇഫ് യു ലൈക്ക് ഇറ്റ്. ഇനി എന്തെങ്കിലും സെൻറ്റ് സ്മെൽ ചെയ്താൽ എൻ്റെ നോസ് കോപ്പറേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ വിത്ത് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന അത്യാവശ്യം ഫേമസ് ബ്രാൻഡ്സ് ആട്ടോ. എൻ്റെ കയ്യിൽ 4 സെൻസ് ഉണ്ട് ഫ്രം ഫ്രേഗാനോട്ട് ആൻഡ് 3 ഫ്രം ബ്ലർ. അതിൻ്റെ കൂടെ തന്നെ 2 സോളിഡ് പെർഫ്യൂംസും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ദി ഫേമസ് ബെല്ല വിറ്റ പെർഫ്യൂംസ് ഉണ്ട് ആൻഡ് ഐ ഹാവ് 5 ഫ്രം ബെല്ല വിറ്റ. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് കം ബാക്ക് ഫോർ ദി നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും